ഹലോ മിലി, നമ്മൾ ചാനലിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഹായ് മറിയ, വരുന്നില്ലേ? എന്നാ ശരി. ഈ ഒരു വെറൈറ്റി ആയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാം. ഇന്നത്തെ റെസിപ്പി ഒരു പെരുന്നാൾ റെസിപ്പിയാണ്. അത് ഏതാണെന്ന് നോക്കണ്ടേ? നമ്മൾ പൈനാപ്പിൾ പുഡിങ്ങും പിന്നെ കാരമൽ കസ്റ്റർഡ് പുഡിങ്ങുമാണ്. Everyone, welcome to Mari and Millie YouTube channel. Pineapple puddingന്റെ ingredients എന്താണെന്ന് നമുക്ക് നോക്കാം. Cooked pineapple 1 cup, 1 cup sugar, 3 tablespoon corn flour, 2 cup milk, 1 tablespoon vanilla essence, 3 bread slices, full fat milk, മലയാളത്തിൽ കട്ടിപ്പാൽ, അത് 1 കപ്പ്. സ്റ്റെപ്പ് 1, സ്ലൈസ് ചെയ്ത പൈനാപ്പിൾ 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ട് വേവിക്കുക. ചൂടോടെ നമ്മൾ കുക്ക്ഡ് പൈനാപ്പിൾ ഒരു സെർവിങ് ഡിഷിലോട്ട് ലെയർ ചെയ്യുക. സ്റ്റെപ്പ് 2, ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലോട്ട് മിൽക്ക്, കോൺഫ്ലവർ ആൻഡ് ഷുഗർ ആഡ് ചെയ്യുക. ഇത് നന്നായി സ്റ്റീർ ചെയ്തതിന് ശേഷം ഗ്യാസ് ഓണാക്കുക. ചൂടാവുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ കട്ട പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിലോട്ട് വെനില എസൻസും ഫുൾ ഫാറ്റ് മിൽക്കും ഇട്ടിട്ട് ഇതൊന്ന് പൾസ് ചെയ്യാം. ഇപ്പോൾ പൾസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. നേരത്തെ പ്രിപ്പയർ ചെയ്ത പൈനാപ്പിളിൻ്റെ ലെയറിലോട്ട് ഈ മിക്സ് ആഡ് ചെയ്യുക. ബ്രെഡിൻ്റെ ബ്രൗൺ സൈഡ് ഒഴിവാക്കിയിട്ട് ഈ ഡിഷിൻ്റെ അളവ് അനുസരിച്ചിട്ട് അസംബിൾ ചെയ്യുക. ബ്രെഡ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യുക. അടുത്ത ലെയറായിട്ട് ബാക്കിയുള്ള ക്രീം മിക്സും ആഡ് ചെയ്യുക. ഗാർണിഷിന് വേണ്ടിയിട്ട് കുക്ക് പൈനാപ്പിൾ ഇങ്ങനെ വയ്ക്കാം. ടോപ്പിങ്ങിനായിട്ട് നേരത്തെ ഉണ്ടാക്കിയ ക്രീം നിങ്ങളിഷ്ടത്തിന് ഇങ്ങനെ ആഡ് ചെയ്യുക. ഇനി ഈ പുഡിങ് 4 to 5 hours ഫ്രിഡ്ജിൽ വെക്കാം. നെക്സ്റ്റ് കാരമൽ പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1/3 കപ്പ് റവ, 3 tablespoon കസ്റ്റർഡ് പൗഡർ, ഷുഗർ 1 കപ്പ്, മിൽക്ക് 3 കപ്പ്, വെനില എസൻസ് 1 tablespoon. ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലോട്ട് പാലും കസ്റ്റർഡ് പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അതിലോട്ട് ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. 2 to 3 minutes കുക്ക് ചെയ്യുക. അതിലോട്ട് വെനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്റ്റെപ്പ് 2, ഇനി നമുക്ക് കാരമൽ സോസ് പ്രിപ്പയർ ചെയ്യാം. ഒരു ചൂടായ പാൻ എടുത്തിട്ട് അതിലോട്ട് 3 tablespoon വാട്ടറും 4 tablespoon ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. 2 minutes കഴിയുമ്പം അതിൻ്റെ കളർ മാറും. ചൂടാക്കുമ്പോൾ കാണുന്ന പോലെ ചെയ്യുക. ചൂടോടെ നമ്മൾ കാരമൽ സോസ് ഒരു സെർവിങ് ഡിഷിലോട്ട് ഒഴിക്കുക. ചൂടോടെ തന്നെ നമ്മൾ സോസ് കോട്ട് ചെയ്യുക.
നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റേർഡ് മിക്സ് ഇതിലോട്ട് ഒഴിക്കുക. ഇതിൻ്റെ സർഫേസ് നന്നായിട്ട് സ്മൂത്ത് ആക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് 4 to 5 hours ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പുഡിങ് ഫ്ലിപ്പ് ചെയ്യുക. കാരമൽ കസ്റ്റേർഡ് പുഡിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മളെ കാരമൽ കസ്റ്റേർഡ് പുഡിങ്ങും പിന്നെ പൈനാപ്പിൾ പുഡിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജലാറ്റിൻ ഇല്ല, ചൈന ഗ്രാസ് ഇല്ല, പിന്നെ വിപ്പിംഗ് ക്രീമും ഇല്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കുന്നതാണ്. എല്ലാ വ്യൂവേഴ്സിനും ഈദ് മുബാരക്. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ. മടി ഗ്യാങ് കിട്ടുന്നില്ല. മടി ഗ്യാങ് കിട്ടുന്നില്ല.